ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടത് ഈശോ വളരെ നിശ്ചിതമായ ഭാഷയിൽ ഫരിസേരെയും നിയമജ്ഞരെയും വിമർശിക്കുന്നതാണ് നമ്മൾ വായിച്ചു കേട്ടത്. കാരണം എന്താണ്? ഈശോ പറയുകയാണ്, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല എന്ന് പറയുകയാണ്. ഒരാള് നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കരയും കടലും ചുറ്റി സഞ്ചരിക്കുന്നു. ഒരാള് ആ മതത്തിൽ ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്തതിയാക്കി തീർക്കുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, വേണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സുവിശേഷത്തിലെ ഈ ഫരിസേയർക്കും നിയമജ്ഞരിലും ഈശോ കണ്ടൊരു തിന്മ എന്ന് പറഞ്ഞാൽ അവർ കപടനാട്യക്കാരായിരുന്നു. അതിനു പുറമെ അവർക്കൊരു ആരംഭശൂരത്വം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ്. അവർക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നില്ല. ഒരാളെ മതത്തിൽ ചേർക്കുക, ഞങ്ങളുടെ കൂട്ടം ഇത്തിരി കൂടി വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അതല്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് അവനെ ദൈവസന്തതിയാക്കുക എന്നുള്ളൊരു ലക്ഷ്യമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഒരു ഉപരിപ്ലവമായ അല്ലെങ്കിൽ ചുമ്മാ പുറമെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ആധ്യാത്മികതയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈശോ വളരെ നിശ്ചിതമായ ഭാഷയിൽ അവർ വിമർശിക്കുകയാണ്. ഇന്നത്തെ വചനഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ഈ ആത്മീയതയും വെറുതെ ഒരു ഷോ ഓഫ് മാത്രമായിട്ട് അത് മാറ്റപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ കൂട്ടത്തിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ പള്ളിയിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന് കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ടോ? ഒരാൾക്ക് ദൈവരാജ്യം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്? അതോ ചുമ്മാ എൻ്റെ കൂടെ ഞാൻ രക്ഷിച്ചതാണ് എന്ന് പേര് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഞാനിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്നേഹമുള്ളവരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ദൈവ ശുശ്രൂഷ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പ്രവർത്തനങ്ങളുടെ ശരിക്കുമുള്ള ലക്ഷ്യം എന്താണ്? അത് ഒരാളെ ദൈവത്തിന്റെ സന്തതിയാക്കി തീർക്കുക എന്നുള്ളതാണോ പരമമായ ലക്ഷ്യം? അതോ വെറുതെ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ചില കാര്യങ്ങൾ കാണിച്ചു കൂട്ടുക എന്നുള്ളതാണോ? അങ്ങനെയെങ്കിൽ ഇന്നത്തെ സുവിശേഷത്തില് ഈശോ ഫരിസേരെയും നിയമജ്ഞരെയും വിമർശിക്കുന്ന ആ കാര്യങ്ങൾ ഈശോ നമ്മെ കൂടി പറ്റിയാണ് പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളവർ ഇന്നത്തെ സുവിശേഷഭാവം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെ ദൈവോന്മുഖമാക്കി മാറ്റാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.